by Paul. ഹലോ ഗൈസ്, അപ്പോൾ ദിസ് ഈസ് മൈ സൺഡേ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ കയറിയപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് ദോശയും സാമ്പാറുമാണ്. ആൻഡ് ദിസ് വ്ളോഗ് ഓൾസോ കണ്ടെയ്ൻ സം ഓഫ് ദ സ്ക്രീൻ ഫ്രീ ഹോബീസ് ഹാവ് ട്രൈഡ് ദിസ് വീക്ക്. അപ്പോൾ ഈ വ്ളോഗിൽ നിങ്ങൾക്ക് സൺഡേ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഇത് ആക്ച്വലി. ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുള്ളൂ സൺഡേ ആണെങ്കിൽ പോലും. ഞാൻ സൺഡേ ലൈഫ് റീസെറ്റൊക്കെ ഒരു വ്ളോഗ് മുമ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ആക്ച്വലി ഡിഫറെൻ്റ് ആണ് ബിക്കോസ് ഐ ഹാവ് ഇൻക്ലൂഡഡ് ദി സ്ക്രീൻ ഫ്രീ ഹോബീസ് ലൈക്ക് പെയിൻറ്റിങ്, വാൾ ഡെക്കർ, അതുപോലെ കുറച്ച് ഐറ്റംസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. You say you need your space, then pull me close. പിന്നെ ഞാൻ ദോശയുടെ ഒരു ചായയും കൂടി ഉണ്ടാക്കി. അപ്പോൾ ചായ ഞാൻ യൂഷ്വലി ഈ ബ്രേക്ക്ഫാസ്റ്റിലൂടെ കഴിക്കാറുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സോയ ചങ്ക്സ് കറിയാണിത്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് അത് ഞാൻ കുറച്ച് ചൂടാക്കി പിന്നെ ഞാൻ ആ ദോശയുടെ കഴിച്ചു രാവിലെ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അപ്പം തന്നെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുക്കളയിൽ മീൻ കറി ഉച്ചയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മേളിൽ പോയി എൻ്റെ റൂമിൽ പോയി. ഇപ്പോൾ കുറച്ച് ഡെസ്കിലൊക്കെ കുറച്ച് അലങ്കോലപ്പെട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ അവിടെ പോയി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡെസ്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യും. കാര്യം ഞാൻ പെയിൻറ്റിങ്ങും ചെയ്യും, അതോടൊപ്പം തന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യും. അപ്പോൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അറിയാമല്ലോ, ഒരുപാട് പെയിൻറ്റിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും. പിന്നെ അത് വീണ്ടും മാറ്റണം, പിന്നെ വീണ്ടും ലാപ്ടോപ്പ് എടുത്ത് മേളിൽ വെക്കണം. അങ്ങനെ ഒരു പണിയാണ് ഇവിടെ. You say you need your space, then pull me close. I read your silence. ഹലോ ഗായ്സ്, അപ്പം ഞാൻ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. കുറച്ചും കൂടെ റൂമൊന്ന് ഇന്നോവേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഐഡിയാസൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആൻഡ് നൗ ഐ എം ഗോയിങ് ടു ഷോ യു ഗൈസ് മൈ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റുട്ടീൻ. അപ്പോൾ ഇതിൽ ഞാൻ പുതിയൊരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുന്നൊരു സംഭവമാണ്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നതും ജെൽ. ആൻഡ് ദിസ് ഈസ് ഫ്രം അരാട്ട. You say you need your space, then pull me close. I read your silence, louder than most. One day you're warm, the next day you're cold. Got me second guessing what I already know. I give you love, but you ration yours. But you ration yours. You open up just to close the door. Just to close the door. I stay up late, trying to read your mind. I can't read your mind, but your love got rules that change all the time. Change all the time. Why are you always? കറൻ്റ്ലി ഞാൻ ഇത്രയും പെയിൻറ്റിങ്സാണ് വെച്ചത്. ഓൾറെഡി ഒരു സ്പേസ് ഫില്ലായത് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ 2 or 3 പിക്ചേഴ്സും കൂടി വെച്ചാൽ മതി. ഐ എം ഗോയിങ് ടു ഷോ യു ഗൈസ് മൈ ബുക്ക് കളക്ഷൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ റീഡ് ചെയ്യുന്നത് സീത എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. ഇറ്റ്സ് ഓതർ ഈസ് അമിഷ് ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് ബുക്ക്. കുറച്ചൊന്നും വായിക്കുമ്പോൾ എനിക്കൊരു ആദ്യമൊരു ഐഡിയ ഇല്ലായിരുന്നു എന്താണെന്നുള്ളത്. പക്ഷേ കൂടുതൽ നമ്മൾ ഓരോ ടൈം വായിച്ചു വരുമ്പോൾ വി വിൽ ഗെറ്റ് എൻ ഐഡിയ, ഫെമിലിയർ വിത്ത് ദ നെയിംസ് ആൻഡ് ഓൾ. സോ ഇറ്റ്സ് ലൈക്ക് എ രാമചന്ദ്ര സീരീസിൽ നിന്നുള്ളൊരു ബുക്കാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് റിയലി ഗുഡ് ഫോർ ആസ് എ ബിഗിനർ ടു റീഡ് ആൻഡ് ടു കളക്ട് വൊക്കാബുലറി. അപ്പോൾ ഞാൻ ആ ബുക്ക് അപ്പോൾ ഫസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ സീത. ആൻഡ് ഇതാണ് ഞാൻ കറൻ്റ്ലി റീഡ് ചെയ്യുന്ന ബുക്ക്. ഇതിൽ കുറച്ച് പേജസ് അപ് ടു അറൗണ്ട് 226 പേജസ് ഒക്കെ വായിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ റീഡിങ് ഭയങ്കര മടിയാണ്. കുറച്ചൊക്കെ റീഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആക്ച്വലി 2-3 പേജസ് മാത്രമേ ഒരു ഡേ ഒക്കെ വായിക്കത്തുള്ളൂ. ആ റീഡിങ്ങിന് വേണ്ടി ഞാൻ ഒരുപാട് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷേ 2-3 പേജസ് ആർ ഇനഫ് ഇൻ എ ഡേ. ഇഫ് യു ആർ റീഡിങ് ആൻഡ് ഇഫ് യു ആർ കൺസിസ്റ്റൻറ്റ് ദെൻ 2-3 പേജസ് ആർ ഇനഫ്. അപ്പം ഞാൻ സീത എന്ന് പറഞ്ഞ ബുക്ക് കുറച്ച് തീരാറായി. നെക്സ്റ്റ് പിന്നെ സാഹിർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. ദിസ് ഈസ് ബൈ പൗലോ കൊയ്ലോ. ആൻഡ് ആക്ച്വലി ഇതും ഞാൻ കുറച്ചൊക്കെ ഒരു അബൌട്ട് ഹിസ് വൈഫ് ആൻഡ് ഓൾ അത് കുറച്ച് വായിച്ചു.
അപ്പോൾ ഈ കാണുന്നതാണ് പെയിൻറ്റിങ് സെക്ഷൻ. അപ്പോൾ പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ ഒരു വ്ളോഗിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് ആൻഡ് റീസെറ്റിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ റൂമൊന്ന് റീസെറ്റ് ചെയ്യുന്നതും പിന്നെ പെയിൻറ്റിംഗ് ഒക്കെ ഇതൊക്കെ തന്നെ ഒരു സ്ക്രീൻ ഫ്രീ ഹോബിയായിട്ട് നിങ്ങൾക്ക് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ആൻഡ് പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റിങ് മിക്കവരുടെ ഒരു ഹോബിയാണ് ആക്ച്വലി. ഞാനത് ഇപ്പോൾ ട്രൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കും ആക്ച്വലി നല്ലതാണെന്ന് ഫീൽ ചെയ്തു. പിന്നെ പെയിൻറ്റിങ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവും. അതുപോലെ തന്നെ നമുക്ക് ഈ വാൾ ഡെക്കറിനൊക്കെ പെയിൻറ്റിങ് നല്ലതാണ്. അപ്പോൾ ഞാൻ തന്നെ റൂമൊന്ന് സെറ്റായി വാൾ ഡെക്കർ ചെയ്യുന്നുണ്ട്. പെയിൻറ്റിങ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഞാൻ വാളിൽ പേസ്റ്റ് ചെയ്ത് വെക്കും. In the morning, I wake up feeling no pain. Long stretches, I get to remember it. Then I see my bed is empty on one side. Back in the sheet, only place I can hide. In the morning, I'm wondering how I'm gonna get through the night. Sick and weary, and only your love's gonna make it right. I close the curtain, sweating, shaking all over. Imagine you're here. സോ ഇതെൻ്റെ കറണ്ട് ഫേവറേറ്റ് ആണ്. ഞാൻ യൂഷ്വലി ഇൻസ്പയർഡ് ആവുന്നത് പിൻട്രസ്റ്റിൽ നിന്നാണ്. അപ്പോൾ പിൻട്രസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് നമുക്ക് പിൻസ് ഇങ്ങനെ വരും. ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് പെയിൻറ്റിങ്സ് ആൻഡ് ലോട്ട് ഓഫ് ഇൻസ്പിറേഷൻസ്. അപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സാണ് ഞാൻ റൂമിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുന്നത്. എനിക്ക് യോഗ ചെയ്യാനായിട്ട് ചെറിയൊരു മടിയുണ്ട്. പക്ഷെ ഞാൻ യോഗ മാറ്റ് മുമ്പ് വാങ്ങിയതെല്ലാം പാഴിപ്പോയി. അപ്പോൾ പുതിയൊരു യോഗ മാറ്റ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ ഈ യോഗ മാറ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ആക്ച്വലി റബ്ബർ മെറ്റീരിയൽ അല്ല, ഇറ്റ്സ് ലൈക്ക് എവ മെറ്റീരിയൽ നമ്മൾ പറയും, EVA എന്നാണ്. അപ്പോൾ ഇത് അത്ര ലാസ്റ്റ് ചെയ്യത്തില്ല, ഞാനിത് അഫോർഡബിൾ ആയതുകൊണ്ട് വാങ്ങിയതാണ്. പിന്നെ യോഗ ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ഹൈ ഇമ്പാക്റ്റ് യോഗയ്ക്ക് പകരം ലോ ഇമ്പാക്റ്റ് യോഗയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് യോഗ ചെയ്യുന്ന ട്യൂട്ടോറിയൽസ് ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് ഐ ഓൾസോ ഹാവ് എ ബുക്ക് ഓഫ് യോഗ ആൻഡ് ഹൗ ടു ഡൂ ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ആണ്. ഞാനങ്ങനെ യൂഷ്വലി വലിയ റെസിപ്പീസ് ഒന്നും ട്രൈ ചെയ്യാറില്ല. ചെറിയ റെസിപ്പീസ് എന്നെക്കൊണ്ട് പറ്റുന്നതെന്നല്ല, ഞാൻ ആക്ച്വലി ട്രൈ ചെയ്യാത്തതാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നൊക്കെ നോക്കി കണ്ട് പഠിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് കയ്യിൽ നിന്ന് കിട്ടുന്ന റെസിപ്പീസ്, ഇപ്പോൾ സംഭവങ്ങൾ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ദിസ് ഈസ് കുർക്കുറെ. അപ്പോൾ കുർക്കുറെ വാങ്ങിയപ്പോൾ ഞാൻ ട്രൈ ചെയ്തതാണ്. And I've also recently tried this soyabean curry recipe. ഇത് വില്ലേജ് കുക്കിംഗ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ കണ്ട് നോക്കി പഠിച്ചതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് വീട്ടിലുള്ളവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. Okay, so that's all for this video, and I will be showing you guys my next vlog, and you can drop any suggestions and anything, any comments in the comment section box.